Like, don't stop yourself. Like, വേറെ ആള് പറയുന്നതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. I never knew that I was strong enough to face these situations that I have gone through. ഞാൻ യുക്രൈനിലേക്ക് പോയത് ഒരു പെൺകുട്ടിയായിട്ടാണ്. ഞാൻ തിരിച്ചു വന്നത് ഒരു വുമൺ ആയിട്ടാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഉക്രൈനിലെ ലെവൈവ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBBS ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഡോക്ടർ സാലി ഗണേഷ്. സാലി, വെൽക്കം ടു അവർ ഷോ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഉക്രൈൻ റഷ്യ വാർ ലോകം ഏറ്റവും കൂടുതൽ 2022 മുതൽ ഇന്നേ വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ടുള്ള വാറാണ് യുക്രൈൻ റഷ്യ. സോ ഉക്രൈൻ എന്നുള്ളൊരു MBBS ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മുന്നിൽ സാലി ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും സ്ട്രഗിൾ സഹിച്ചിട്ടുണ്ടാവാം. സാലിയുടെ എൻ്റെ അറിവിൽ ഒരു ഫിഫ്ത്ത് ഇയറിലെ MBBS ഗ്രാജുവേഷൻ്റെ ടൈമിലാണ്, MBBS പഠിക്കുന്ന ഒരു ടൈമിലാണ് യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി 1.5 ഇയർ ആ ഒരു വാറിൻ്റെ എല്ലാ റിയാലിറ്റി ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വേറെ കാര്യങ്ങളായിരിക്കാം, കംപ്ലീറ്റ് റിയാലിറ്റി എപ്പോഴും നമ്മൾക്ക് മുന്നിൽ എത്തണമെന്നില്ല. സോ റിയൽ സ്റ്റോറീസുമായിട്ടാണ് ഇന്ന് ഡോക്ടർ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, എന്തൊക്കെയാണ് ആ ഒരു വാറിനെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത്? ഒരുപാട് ചിന്തിച്ചെടുക്കാൻ നമുക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല. നമ്മുടെ ട്രോമകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല. ബട്ട് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു ഫിഫ്ത്ത് ഇയർ പഠിക്കുന്ന സമയത്താണ് 2022 ഫെബ്രുവരി 24 വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോർണിംഗ് ആണ് ഞങ്ങൾ അറിയുന്നത് വാർ വരും എന്നൊരു ചെറിയതായിട്ടുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ശരിക്കും വാർ ഉണ്ടാവും. പക്ഷെ 24th ഏർലി മോർണിംഗ് നമ്മൾ എണീക്കുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ അറിയുന്ന വാർ ഉണ്ട്, വാർ ശരിക്കും തുടങ്ങി എന്നുള്ള സംഭവം. പെട്ടെന്നൊരു വാർ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഈ വരുന്ന MBBS ആ ഒരു കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 4.5 hours എൻ്റെ നഷ്ടപ്പെട്ടോ എന്ന വല്ല തോന്നലും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെ നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ആ ഒരു സമയത്ത് എഡ്യൂക്കേഷൻ ഞങ്ങളാരും അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ആർക്കും, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനായാലും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് എയർ അലാറം അടിക്കുന്ന എയർ അലാമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിണ്ടായില്ല. വേറെ ഫ്രണ്ട്സ് വന്ന് വിളിച്ച് ഞങ്ങളെ പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓ ഞങ്ങൾ എയർ അലാം ആണ്, ഇത് ബങ്കറിലോട്ടാണ് പോകുന്നതെന്ന് അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങൾ ബങ്കറിൽ പോയി ഇരിക്കുമായിരുന്നു. ആ എയർ അലാം എന്ന് പറഞ്ഞാൽ സൈറൻ തീരുന്നവരെ. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത അപ്പോൾ മനസ്സിൽ വന്നു. അതായത് നാളെ ഞാൻ ഇനി എങ്ങനെ ചെയ്യും? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്കിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ സൊസൈറ്റി ആയിക്കോട്ടെ, ഒരു ഗേൾ ചൈൽഡ് എന്ന നിലയിലും ഒരു എബ്രോഡ് സ്റ്റുഡൻറ് എന്ന രീതിയിലും കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയൊരു ടാസ്ക് അല്ല. കാരണം ഫാമിലി നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ഫാദർ ആൻഡ് മദർ നമ്മളെ പറ്റി വറീഡായിരിക്കും. ഇങ്ങനെ ഒരു കേസിൽ എൻ്റെ മോള് എൻ്റെ കൂടെ ഇല്ലാത്തത് പോട്ടെ, പെട്ടുപോയെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ആ ഒരു പെട്ടുപോയ അവസ്ഥയിൽ നിന്നും എങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് എടുക്കാൻ പറ്റി? ഓക്കെ, ഫസ്റ്റ് ഈ ഒരു സംഭവം അറിഞ്ഞപ്പം കുറേ കോളുകൾ ഉണ്ടാവുമല്ലോ ഇനീഷ്യലി. അവരും വറീഡാണ്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, അവർക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ പപ്പ ഇതിനു മുന്നേ, എൻ്റെ പപ്പയും കുവൈറ്റിലെ വാർ നടന്ന സമയത്ത് പപ്പ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പപ്പ ആദ്യം എനിക്ക് തന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, കുഴപ്പമില്ല, ലവീവ് എന്ന് പറയുന്നത് പോളണ്ട് ബോർഡറിലാണുള്ളത്. ആ സമയം ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ചുകൂടെ സേഫ് ആയിരുന്നു കമ്പയർ ടു അതായത് മറ്റേ റഷ്യൻ ബോർഡറിൽ നിന്ന് പകരം ഞങ്ങൾ പോളണ്ട് ബോർഡറിലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരുന്നു. അപ്പം പപ്പ സജസ്റ്റ് ചെയ്തത്, ഓക്കെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നീ നോക്കിയിട്ട് ചെയ് എന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മീഡിയയിൽ പല പല ന്യൂസ് പൊന്തി ശരിക്കും മീഡിയ ഇന്ന് റിവീൽ ചെയ്യുന്നത് വേറൊരു തരത്തിലാണ്. റിയാലിറ്റി എന്ന് വെച്ചാൽ ഹിഡൻ ആണെന്ന് എപ്പോഴും എന്താ പറയുക, പബ്ലിക്കിന് എക്സ്പോഷർ ആവുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദ റിയാലിറ്റി വാട്ട്സ് ബിഹൈൻഡ്. അപ്പോൾ ഫാദർ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാനുള്ളത് ഡോക്ടറുടെ ഫാദർ തന്നെയാണ്. ആ കൊടുത്ത സപ്പോർട്ട് ഇന്ന് മകള് എൻ്റെ കൂടെ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഒരു ഡോക്ടറായി കംപ്ലീറ്റായി തിരിച്ചു വന്നിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗ്രേറ്റ് താങ്ക്സ് ടു ദാറ്റ് ബിഗ് മാൻ. ഞങ്ങൾ അങ്ങനെ ഇത് ആദ്യം ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു വേണ്ടെന്നാണ്. പിന്നെ ഞങ്ങൾക്ക്
ഈ മീഡിയയിൽ ഈ സംഭവങ്ങൾ വരാൻ തുടങ്ങിയില്ല, ഇതാണൊക്കെ എല്ലാവരും അകപ്പെട്ടു, പെട്ടുപോയി എന്നുള്ളത് അങ്ങനെയാണ് ലിറ്ററലി വരുന്നത്. സ്റ്റക്ക് അവിടെ ഒരു സ്റ്റക്കായിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് ശരിക്കും. അപ്പുറത്തെ സൈഡ്, അതായത് റഷ്യ ബോർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം ഞാൻ ലവീവിലായതുകൊണ്ട് കുറച്ചുകൂടെ ആ സമയത്ത് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. അന്ന് ഞങ്ങളുടെ ആ ഏരിയയിൽ വലിയ മറ്റേ സൈറനും ഇതുമൊക്കെ വന്ന് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് ആയപ്പം ഞങ്ങൾ ബോർഡറിൽ പോകുന്നത് വരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. കാരണം ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഫ്ലൈറ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എയർപോർട്ടൊക്കെ ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ് ആണ് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റാക്ക് വന്നത് എയർപോർട്ടിലേക്കാണ്. കാരണം ആ കൺട്രിയുടെ മൂവ്മെന്റ് തടയാന്നുള്ള രീതിയിലേക്ക് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ ട്രെയിനാണ്. ട്രെയിനിലും ഇതേ കണക്ക് ചെറിയ രീതിയിലൊരു കൂടുതലും യുക്രൈനിയൻസ് ആണ് ഫിൽഡ് ആയിരിക്കുന്നത്. അപ്പം നമുക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. കാരണം യുക്രൈൻ പോലുള്ള കൺട്രി ഫസ്റ്റ് ഓഫ് ഓൾ അവർ സേഫ്റ്റി നോക്കുന്നത് അവരുടെ സ്വന്തം നാഷണാലിറ്റി. അത് ഏത് കൺട്രി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഹാർഷ് കണ്ടീഷൻസ് വരുമ്പോൾ അവർ ഫസ്റ്റ് നാഷണാലിറ്റിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ടും ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വാറിന്റെ ടൈമിൽ ഇത്രയും വർഷം സർവൈവ് ചെയ്തപ്പോൾ ബാക്കിയുള്ള നാഷണാലിറ്റി ആസ് എ ഹ്യൂമാനിറ്റി, അതായത് ബാക്കിയുള്ള യുക്രൈനിയൻസ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ അബ്രോഡ് പഠിക്കുക എന്ന് വെച്ചാൽ പലവിധ രാജ്യക്കാരുടെ തമ്മിലൊരു മിക്സ്ചർ തന്നെയാണ്. അതിൽ നൈജീരിയൻസ് ഉണ്ടാവും, ആഫ്രിക്കൻസ് ഉണ്ടാവും, യുക്രൈനിയൻസ് ഉണ്ടാവും, റഷ്യൻസ് ഉണ്ടാവും. എല്ലാവിധ രാജ്യത്തെ സ്റ്റുഡൻസ് ഒന്ന് യൂണിറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സപ്പോർട്ട് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് ഒരു നല്ല ആസ് എ ഗോഡ്ലി മൊമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും കുറച്ച് അനുഭവം നമ്മളായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് അതായത് ഞങ്ങൾ ഈ ബോർഡറിൽ പോയില്ലേ, ബോർഡറിൽ പോയ സമയത്ത് ശരിക്കും ഞങ്ങൾ ടാക്സിയിൽ പോയിട്ട് ബോർഡറിന് കുറേ ഒരു 40 കിലോമീറ്റേഴ്സ് എവേ ആണ് അവർ ഞങ്ങളെ ഇറക്കി വിടുന്നത്, ക്യാബ് ആ ടാക്സിയിൽ നിന്ന് ഇറക്കി വിടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ദിവസം എടുത്തു നടന്നു പോയിട്ട്. 2 ദിവസം നടക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണ ഇപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കോമൺ മാനി ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 2 ദിവസം കംപ്ലീറ്റ്ലി ലൈക്ക് നടക്കുക, അത്രത്തോളം ടയേർഡായിരിക്കും. ഇപ്പൊ എന്റെ കൂടെയുള്ള കുട്ടികളായാലും ഞാൻ മാത്രമല്ല, ആ എക്സ്പീരിയൻസ് ചെയ്ത ഓരോരുത്തരും ഇത് പറയുമ്പം ഭയങ്കര ശരിക്കും എന്നുള്ളൊരു സംഭവം തോന്നും നമുക്ക് പൊതുവെ. അതന്നെ സെയിം നമ്മളൊക്കെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസം ഒരാൾ നടന്ന് കവർ ചെയ്യ ഡിസ്റ്റൻസ് ലൈക്ക് 30 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ. ആ സമയത്ത് വിന്റർ ആണ്, തണുപ്പാണ് ആ സമയത്ത്. ആ തണുപ്പ് ആകെപ്പാട് ഞങ്ങളുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അതായത് എൻ്റെ ഒരു 5 years ഞാനൊരു ബാഗിനകത്ത് മാത്രം ആക്കിക്കൊണ്ടാണ് എനിക്ക് പോകേണ്ടത്. അതായത് ശരിക്കും നമ്മൾ സിനിമയിലും കഥയിലും ഒക്കെ കേൾക്കുന്ന പോലത്തെ ശരിക്കും ഒരു റിയൽ സർവൈവർ സ്റ്റോറിയാണ് ഞാനിപ്പോ ആ ഒരു ഫീലിംഗ് എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതായത് 2 ദിവസം കംപ്ലീറ്റ് ആയി നടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോ പറയൂ. അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചില്ല അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇന്ത്യൻസ് അല്ലാണ്ട് സാംബിയൻസ് ഉണ്ട്, നൈജീരിയൻസ് ഉണ്ട്, വേറെ കൺട്രീസിനുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന സാംബിയൻ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് ഇപ്പം ഞാൻ നടക്കുന്നതിൻ്റെ കൂടെ അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പം അവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചിങ്ങനെ ബോർഡർ എത്തുമ്പോൾ രാത്രി ഭയങ്കര തണുപ്പായി. അപ്പം നമുക്കിങ്ങനെ സ്റ്റേ ചെയ്യാൻ ഒട്ടും നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് എവിടെ പറയില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിനെ കാണാന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് ഒരു യുക്രൈനിയൻ നമ്മളെപ്പോഴും വിശ്വസിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു ആപത്തിൽ ചെന്ന് പെട്ടാൽ പെട്ടെന്ന് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ എത്തുക എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഒരു യുക്രൈനിയൻ, ഞങ്ങൾക്ക് ആർക്കും അവരെ അറിയില്ല, ഒന്നും അറിയില്ല. അവരുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവർ ഞങ്ങളുടെ സഫറിങ് കണ്ടിട്ട് അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒന്ന് ഓഫർ ചെയ്തു, നിങ്ങൾക്ക് ഒരു നൈറ്റ് അവിടെ വന്ന് നിങ്ങൾ കിടന്നു, ഭക്ഷണം അവർ ഞങ്ങൾക്ക്, കാരണം ഭയങ്കര തണുപ്പാണ് ആ സമയത്ത്, ഞങ്ങൾക്ക് ചൂടുവെള്ളം, അപ്പം നമുക്ക് അമൃതം എന്ന് പറയില്ല, അതിന് തുല്യമാണ് നമുക്ക് ചൂടുവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ഷോപ്പിൽ തറയിൽ ഒരു ഇത് വിരിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ചൂടുവെള്ളം തന്നു. അവർ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് എണീറ്റ് വീണ്ടും നടക്കണം, വീണ്ടും ഞങ്ങൾ കണ്ടിന്യൂ എന്നാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു നിമിഷം അവർക്ക് ആ ഒരു തോന്നിയൊരു ഹാർട്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വാറിന്റെ ഓരോ സർക്കംസ്റ്റൻസസും നിങ്ങളുടെ മുന്നിൽ ഒരാൾ ബോംബ്
വീഴുന്നുണ്ടാവാം, അപ്പുറത്തുനിന്ന് ബോംബ് വർഷിക്കുന്നുണ്ടാവാം, അതിൻ്റെ എക്സ്പ്ലോഷൻ, ബ്ലഡ് ഷെഡ്, അതൊക്കെ നിങ്ങളെ മെൻ്റൽ ഹെൽത്ത്, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ ആയിക്കോട്ടെ നമ്മൾ മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഡെഡ് എൻഡ് ആണ് അല്ലേ? അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു? ഞാൻ വോറ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. വോറ് വന്ന് നിന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സൈറൻ്റെ ഒച്ചയായാലും ശരി, എല്ലാം ആയാലും ശരി, അതിന് ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ യുക്രൈൻ്റെ തന്നെ സപ്പോർട്ടീവ് ഗ്രൂപ്പിനകത്ത് നമുക്ക് തെറാപ്പിസ്റ്റിനെ അത് ആ ഒരു കൺട്രി ചെയ്ത വളരെ ഒരു നല്ല കാര്യമാണ്. അതായത് പെട്ടുപോയ സ്റ്റുഡൻസിന് ആ ഒരു തെറാപ്പി കാരണമായിരിക്കാം നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ട്, അതായത് ഹാർഷ് കണ്ടീഷൻ, ബ്ലഡ് ഷെഡ് മുന്നിൽ കാണുകയാണ്. അപ്പോഴും പതറാതെ നമ്മൾ സ്വയം റിക്കവറായി വന്ന് ഒരു സ്റ്റേബിളായി സർവൈവ് ചെയ്ത് ആ ഒരു കൺട്രിക്കും ഒരു താങ്ക്സ്. ഒരു പുള്ളിക്കാരൻ്റെ പേര് ജിയാൻ ആണ്. പുള്ളി ഒരു ബെനിഫിറ്റ്, അവർക്കൊരു ബെനിഫിറ്റും ഇല്ല, നമ്മളുടെ അതിന് പൈസ ഒന്നും മേടിക്കാതെ നമ്മളുടെ ഒരു ഹ്യൂമാനിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. സത്യം, അതായത് മനുഷ്യത്വം. ഏത് കൺട്രിയിൽ പോയാലും നമ്മൾക്കൊരു വിശ്വാസം എന്താ, അവിടുത്തെ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കും. അതായത് നമ്മൾക്കൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അവർ കൂടെ നിൽക്കും. വിത്തൗട്ട് പ്രോഫിറ്റും ലോസും അത് വേറെ പോട്ടെ, പക്ഷെ മനുഷ്യത്വം എന്നുള്ളത് അപ്പോഴും ആ യുദ്ധമുഖത്തും കാണാൻ പറ്റിയല്ലേ? അത് ആ സമയത്ത് ലൈക്ക് ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് എനിക്ക് കൂടുതലും അത് ഹെൽപ്ഫുൾ ആയിട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു പോകുമ്പം ഇറ്റ്സ് ഈവൻ മോർ സിവിയർ എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. ഓക്കെ, ഞാൻ തിരിച്ചു പോവുകയാണ്, യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവാണ്, അവിടെ ഞാൻ ശരിക്കും ജീവിക്കും. തിരിച്ചു പോകുമ്പോ അങ്ങനെ, കാരണം പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നില്ല, പിന്നെ ബോർഡറിൽ നിന്ന് എങ്ങനെ പാസ് ചെയ്യും, എനിക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഞാൻ വീണ്ടും തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ പറ്റുമോ, എത്താൻ പറ്റുമോ എന്നുള്ള പലവിധ കൺഫ്യൂഷൻസും ഡൗട്ടും ബാക്ക് ചെയ്യണോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പോയി പഠിക്കണം എന്നുള്ള ഒരു ഹാർഡ് വിൽ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെ ബിൽഡ് ചെയ്തു ശരിക്കും? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കുമല്ലോ എന്തായിരിക്കും ബെറ്റർ, എന്താണ്. അപ്പം ആ ഒരു സമയത്ത് ചിന്തിച്ച സമയത്ത് ഞാൻ ഓൾറെഡി 5th ഇയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം 5th ഇയർ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എനിക്കൊരു 1 ഇയറും കൂടെ ഞാൻ ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും സെയിം പാത്ത് തന്നെ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലവീവിൽ തിരിച്ചെത്തിയ ഒരു ഗ്രൂപ്പ് ഓഫ്, ആദ്യം എത്തിയത് എൻ്റെ ഫ്രണ്ട് തന്നെ പൂർവ എന്ന് പറയാം. പൂർവ്വ എത്തിയതിന് ശേഷമാണ് ഞാൻ എത്തുന്നത്. അപ്പം ഞങ്ങൾ തന്നെയാണ് ആദ്യം അവിടെ ഈ പോസ്റ്റ് വാർ തുടങ്ങുന്ന ബാച്ചിൽ ആദ്യം എത്തിയത് ഞങ്ങളാണ്. അപ്പം അതായത് ശരിക്കും യൂണിറ്റി സ്ട്രെങ്ത് നമുക്ക് ഇപ്പൊ ശരിക്കും പറയാം. അതായത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ യൂണിറ്റി, നിങ്ങളുടെ ഒരു വിൽ, അത് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചു. സത്യം, അവര് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനും പോയത്. ചിലപ്പോ അങ്ങനെ അല്ല എന്ന് വരികയാണെങ്കിൽ, അതായത് അവരൊരാൾ ബാക്ക് ഓഫ് ചെയ്യാണ്, അവര് നിന്നെ നെഗറ്റിവിറ്റി തളർത്താണ്, നമ്മൾക്ക് ഇപ്പോ കണ്ടിന്യൂ ചെയ്യണ്ട, നമുക്ക് വേറൊരു ഓപ്ഷൻ 2 നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയം ഡോക്ടറും ഒന്ന് ബാക്ക് ഓഫ് ആണ്. ബട്ട് അവരുടെ ഒരു യൂണിറ്റ്, അവരുടെ മുന്നോട്ട് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, അതന്നെ ആ ഒരു യൂണിറ്റി. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള സംഭവം ലൈക്ക് ഇത് എന്തായാലും തുടങ്ങി കംപ്ലീറ്റ് ചെയ്തിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. ഇനി ഇതിൽ പറയുന്ന പോലെ അത് നമ്മുടെ ഒരു ഇതുണ്ടാവല്ലോ, ഇത് ഞാൻ തുടങ്ങി വെച്ച സാധനം, അത് എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കും കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത്തിന്റെ ബേസിസിലാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പൊ എന്റെ പേരൻസ് ആയാലും ശരി, ഇനീഷ്യലി ഞാൻ തിരിച്ചു പോകുന്നതിന് വലിയ നല്ല അഭിപ്രായം, കാരണം പേരൻസ് മാത്രം അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാണ്. കാരണം അവർക്ക് കേൾക്കാനുള്ളത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയും, എന്തിനാ മോളെ പറഞ്ഞയക്കുന്നത്, അവളൊരു പെൺകുട്ടിയല്ല, വീണ്ടും ഇനിയൊരു യുദ്ധം, അതായത് ഒരിക്കലും ഒരു സേഫ്റ്റി ഇല്ല, പോയാൽ തിരിച്ചു വരാവുന്ന ഒരു ലൈഫിന് അഷ്വറൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു പാരൻസ് എടുത്ത വിൽ പവർ, ഇറ്റ്സ് റിയലി ടു ബി പ്രൈസ്ഡ്. സത്യം, അത് I think I'm blessed in that way. Like, actually you are a lot. I'm blessed to have my parents in my life. Initially, like, ഞാൻ ഒറ്റ മോളാണ്. സോ അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ മോള്. ആ ഒരു കേസിൽ തന്നെ ആർക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടി, അതായത് പുറത്ത് മകളെ പറഞ്ഞേക്കണ്ട, എബ്രോഡ് സ്റ്റഡീസിന് പറഞ്ഞേക്കണ്ട എന്നുള്ള നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടൈമിലും മകളെ എന്താണ് അവളുടെ ആഗ്രഹം, അവളുടെ ഡ്രീം, അവളുടെ ഡ്രീം അവൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഓക്കെ വി ആർ ഗുഡ് ടു ഗോ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു ഫീലിംഗ് ആണ്, വരുന്നിടത്ത് വെച്ച് കാണാൻ മകളെ നമ്മൾ കൂടെയുണ്ട്. ആ ഒരു സപ്പോർട്ട് ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റഡ്. അത്
ലൈക്ക് യു സെഡ്, ഐ റിയലി അപ്രീഷിയേറ്റ് ദെം ലൈക്ക് മോർ ദാൻ മീ. എനിക്കൊന്ന് അവർക്ക് കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം അവരാ ഒരു ബാക്ക് ബോൺ. അവരാണ്. അവരുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റത്തില്ല. ഓക്കെ, അലോൺ വി ക്യാൻ ഫൈറ്റ്, ബട്ട് വി വിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ഓഫ്. ബട്ട് ദാറ്റ് ബാക്ക് ബോൺ മേഡ് യു ആസ് എ ഗുഡ് ഡോക്ടർ ടുഡേ. I agree with you what you said. അപ്പോൾ എനിക്ക് വേറെ ഒന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ ആസ് എ ഹ്യൂമൻ, നമ്മൾക്ക് വാറായിക്കോട്ടെ, നമ്മൾക്ക് ലൈഫ് ഡെയിലി സർവേ ചെയ്യാൻ വേണ്ടി വി നീഡ് ഗുഡ് വാട്ടർ ആൻഡ് ഗുഡ് ഫുഡ്. ഗുഡ് ഫുഡ് എന്ന് പറയാൻ എനിക്ക് പറ്റുമോ അറിയില്ല. അവിടുത്തെ ഫുഡിന്റെ അവസ്ഥ എനിക്കറിയില്ല, എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫുഡൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫുഡൊക്കെ ഡെയിലി സർവൈവ് ചെയ്യേണ്ട എങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്നത്? അതായത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോയി. വാറിന്റെ സമയത്ത് തിരിച്ചു പോകാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ നിന്ന സ്ഥലം ലവീവിൽ കുറച്ചുകൂടെ വാറിന്റെ ഇന്റൻസിറ്റി സിവിയറായി. എസ്പെഷ്യലി അവിടെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പവർ സ്റ്റേഷനിലെ നമ്മുടെ ഇലക്ട്രിസിറ്റി വരുന്ന പവർ സ്റ്റേഷനിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി ടാർഗറ്റ് ചെയ്തു. അതുകൊണ്ട് ജനങ്ങളുടെ ലൈഫ്, അവിടെ ഉള്ളവരുടെ ലൈഫ് കുറച്ചുകൂടെ ദുരിതത്തിലാവാം, കുറച്ചുകൂടെ ഡിസാസ്റ്റർ ഫീലിംഗ് വരിക, അത്ര. അതെ, അവർ അറ്റാക്ക് ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ലൈക് ഫുള്ളി കട്ട് ഡൗൺ ആവുകയാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് വിന്റർ. എന്ന് വെച്ചാൽ ആ സമയത്ത് തണുപ്പിലെ ടൈമിൽ നമുക്കൊരു ചൂടുവെള്ളം എന്തായാലും നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പം ആ തണുപ്പത്താണ് ഇവര് ഈ അറ്റാക്ക് നടത്തുന്നത്. അപ്പൊ നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ്, നമ്മുടെ കണ്ടീഷൻ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിനേക്കാളും വളരെ സിവിയർ ആണ്. നമ്മൾക്ക് ഇവിടുത്തെ തണുപ്പ് മാനേജ് ചെയ്യും, പക്ഷെ അവിടെ ടെമ്പറേച്ചർ അത്രയും മൈനസിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് എന്തായാലും അതിനുള്ള ഫെസിലിറ്റീസ്, ഹീറ്റർ വേണം, നല്ല ചൂടിലെ ക്ലൈമറ്റില് എന്താ പറയുക സർവൈവ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്ത്സ് അങ്ങനെ ആയിരിക്കണം. പിന്നെ നല്ല ഹോട്ട് ഫുഡ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹോട്ട് ഫുഡ് ആൻഡ് ഹോട്ട് വാട്ടർ, ദാറ്റ്സ് അവർ നെസസിറ്റി അറ്റ് ദാറ്റ് ടൈം. അത് മാത്രമല്ല, ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിന്റെ സ്റ്റവ് അല്ല, ഇലക്ട്രിസിറ്റിയുടെ സ്റ്റവ്. കാരണം അബ്രോഡ് ഇന്റർനാഷണൽ ലെവലിൽ എന്ന് വെച്ചാൽ അധിക ഫെസിലിറ്റീസ് അക്കോമഡേഷനിൽ ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന എയർ ഹോസ്റ്റലിൽ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. അപ്പം നമുക്ക് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ദിവസവും ഒരു 8 മണിക്കൂർ സ്കെഡ്യൂൾ ഇടും. അപ്പം നമുക്ക് 8 മണിക്കൂറേ ദിവസം ഇലക്ട്രിസിറ്റി ഉള്ളൂ, വെറും 8 മണിക്കൂർ. അപ്പം ആ 8 മണിക്കൂർ ശരിക്കും നമുക്ക് അൺഇമാജിനബിൾ ആണ്. 8 hours ആണ് ഡെയിലി. 24 hours 1 hour വരെ ഇലക്ട്രിസിറ്റി ഇപ്പോൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ വി ആർ ഓൾ ലെഫ്റ്റ് ലൈക്ക് സ്ട്രാൻഡഡ്. ആ ഒരു ടൈമിൽ 8 hours മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി 16 hours വി ആർ കംപ്ലീറ്റ്ലി ലൈക്ക് എ ഡെഡ് എൻഡ്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഇരുട്ടിലാണ്, നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അതിൻ്റെ ഇടയിൽ സ്റ്റഡീസ് മുന്നോട്ട് പോകണം, ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം മാനേജ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ യുദ്ധഭീതി വേറെ. അപ്പോൾ ഒരു പീസ്ഫുൾ സ്ലീപ്പ് നമുക്ക് ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഉറങ്ങുന്ന. കാരണം ഞെട്ടി എണീക്കാം ഓരോ ടൈമിൽ. നമ്മൾക്ക് ആൾക്കാരുടെ നിലവിളി ശബ്ദം കേൾക്കാം, മിസൈലിന്റെ ശബ്ദം കേൾക്കാം, കുട്ടി പറഞ്ഞ പോലെ എയറിന്റെ സൈറൺ കേൾക്കാം. ആ ഒരു ടൈം ആ പീസ്ഫുൾ സ്ലീപ്പും ഇല്ല. അപ്പം നമുക്ക് ആഗ്രഹിക്കുന്ന ഫുഡ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പുറത്തേക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. അതെല്ലാം. പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പൂർവ്വം. അപ്പം ഞങ്ങൾ രണ്ടുപേരും, അവൾ 4th ഫ്ലോറിലും ഞാൻ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പം ഇതാണ് എയർ അലാം അല്ലെങ്കിൽ സൈറൺ വരുമ്പോഴത്തേക്ക് ഷീൽ കം ഡൗൺ സ്റ്റേഴ്സ്. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാറ് പതിവ്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ബ്ലാങ്കറ്റ് മടക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയുടെ ചൂട് നിൽക്കില്ലേ, ആ ടെമ്പറേച്ചർ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മടക്കാതെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ആ ലൈക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത സമയങ്ങളുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട് ഇൻ നീഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ ഫ്രണ്ട് ഇൻ നീഡ്. അതായത് നമ്മളെ അഡ്വേഴ്സ് കണ്ടീഷനിൽ നമ്മളൊരു കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്. യു ആർ ലക്കി ഇൻ ദാറ്റ്. Yeah, like I'm blessed with the people around me. A lot of supportive families, a group of friends who have a strong motive, a unity. അതെ, അവര് അങ്ങനെ ആ ഒരു സമയത്ത് ഇതെല്ലാം എനിക്ക് പ്രൊവൈഡഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സർവൈവ് ചെയ്യാൻ പറ്റി. ലൈക്ക് നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ജീവിക്കാൻ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുത്ത് ജീവിക്കേണ്ട ഒരു ഇത് വരുന്നില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഓരോ ദിവസം ജീവിക്കുന്ന എഫേർട്ട് എടുത്താണ് ജീവിക്കുന്നത്. നമുക്കറിയാം ഡോക്ടർ, ഒരു യുദ്ധം എന്ന് വെച്ചാൽ ഹാർഷ് റിയാലിറ്റിയാണ്. കുറേ ബ്ലഡ് ഷെഡ്, കുറേ മിസൈലിൻ്റെ സൗണ്ട്, എയർ നോയ്സ്, അതായത് കുറേ ബിൽഡിംഗ് കൊളാപ്സ്, കുറേ ആൾക്കാരുടെ അലമുറയുന്ന ശബ്ദം, അതൊക്കെയാണ് യുദ്ധം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ മൈൻഡിലുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു യുദ്ധഭൂമി എന്ന് വരുന്നൊരു പോരാളി തന്നെ ഞാൻ വിശേഷിപ്പിക്കും. സത്യം പറഞ്ഞാൽ
യുദ്ധഭൂമിയിൽ നിന്ന് സർവൈവ് ചെയ്ത് തന്നെ സർവൈവർ, റിയൽ സർവൈവർ. അപ്പോൾ ഒരു യുദ്ധഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ച പല വിഷമങ്ങളുണ്ടാകും, അതെല്ലാം ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പക്ഷേ നിങ്ങളൊരു മൈൻഡിൽ സ്റ്റക്കായി 1-2 ഇൻസിഡൻസ് എന്തായാലും ഉണ്ടാകും. അതായത് ബ്ലഡ് ഷെഡ് ആവാം, എന്തേലും. അതായത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതായത് കാരണം അതൊന്നും പുറം ലോകം അറിയാത്ത പല കാര്യങ്ങളും ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ടെന്ന സത്യം നമുക്കറിയാം. അപ്പോൾ യുദ്ധക്കെടുതി എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നാഷൻ ആയിക്കോട്ടെ അത് മൂടി വെക്കപ്പെടുന്ന ഒരു ഹാർഷ് റിയാലിറ്റിയാണ്. അതൊരിക്കലും പുറത്തു വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തേലും, അതായത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ജീവിതത്തിലുടനീളം എന്താ പറയുക, ചരിത്രമായി രേഖപ്പെടുത്തും. അതായത് എൻ്റെ മൈൻഡിൽ എനിക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേരമക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഇൻസിഡൻറ്റ്. അതായത് ചിലപ്പോൾ നമ്മളുടെ മെൻ്റലി ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞങ്ങളവിടെ തന്നെ ഞാൻ പറഞ്ഞില്ല, ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു 3 ബോർഡർ ശരിക്കും നമ്മൾ ക്രോസ് ചെയ്താലേ ശരിക്കുള്ള ബോർഡർ എത്തത്തുള്ളൂ. അതും ഞങ്ങൾ എത്തുന്നത് തണുപ്പുള്ള സമയത്താണ്. ആ തണുപ്പ് കോൾഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിലും എനിക്ക് അറിയാൻ പറ്റി കുറേ പേര് ഹൈപ്പോതെർമിയ കാരണം മരിച്ചെന്നും. അതെ, നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസ് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ പേര് മിസ്സിംഗ് ആണ്. ശരിക്കും ഇവർ എവിടെയാണോ എന്താണോ മിസ്സിംഗ് ആയിട്ടുള്ള കണക്ക് എപ്പോഴും എവിടെയും പുറത്തു വരുന്നില്ല. എത്ര ആൾക്കാർ മിസ്സായി, കൊല്ലപ്പെട്ടു, ഓക്കെ, എത്ര ആൾക്കാർ പക്ഷെ മിസ്സിംഗ് ആയിട്ടുള്ളവർക്ക് പിന്നീട് എന്ത് പറ്റി, ആ ഒരു റിയാലിറ്റി, അതായത് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളെ കൂടെ കണ്ട കുട്ടി നാളെ കാണാനില്ല. ഷീസ് മിസ്സിംഗ് ഓഫ് നോവർ. അതെ. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ആക്ച്വലി ഓരോരുത്തർ ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ നമ്മളും ഷെയർ ചെയ്യും. കാരണം യു വുഡ് ഫീൽ ഫോർ ദം ഓൾസോ. നമുക്കറിയില്ല ഇവർ ഓക്കെ ആണോ, ഓക്കെ അല്ലേ. നമ്മൾ ആ ഒരു സമയത്ത് അറിയാത്ത ആൾക്കാരെ പറ്റി പോലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റസ് ഇടുകയും സ്റ്റോറി ഇടുകയും അവരെവിടെയാണ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ആ ഒരു സമയത്ത് കുറേ സിവിയർ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാൻ പറ്റാതെ തന്നെ. ബട്ട് നമ്മൾക്ക് നാളെ ഇന്ന് കണ്ട വെറും ഒരു മുഖപരിചയമുള്ള ആൾക്കാരെ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലരെയും ഡോക്ടർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനൊക്കെ ദൈവം എന്താ പറയുക, ആ ചെയ്ത നന്മയ്ക്കൊക്കെ എന്തായാലും ദൈവം തത്തുല്യമായ പ്രതിഫലം തരും. അത് കാരണം കൂടി ആയിരിക്കാം നിങ്ങൾ ഇന്ന് ഒരു കുഴപ്പമില്ലാതെ എല്ലാവിധ സ്ട്രഗിളും ഓവർകം ചെയ്തു. നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. ആ ഒരു കൺട്രിയിലെ എല്ലാ സ്ട്രഗിളും ഓവർകം ചെയ്ത് ഇന്ന് ഇവിടെ ഒരു കംപ്ലീറ്റ്ലി വെൽ നോൺ ഡോക്ടർ ആയിട്ട് ഇന്ന് ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, അപ്പോൾ നമുക്കറിയാം പല വേൾഡ് വൈഡ് ലീഡേഴ്സ് ഉണ്ട്. നമുക്കറിയാം ന്യൂസ് പേപ്പറിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജേർണൽസിലൂടെയും. ഫോർ എക്സാമ്പിൾ മിസ് മലാല യൂസഫ്സായി, അവരൊക്കെ എഡ്യൂക്കേഷന് വേണ്ടി ഫൈറ്റ് ചെയ്താണ്. എന്താ പറയുക, ഗൺഷോട്ടിൻ്റെ മുന്നിൽ കൂടെ ഐ വിൽ, അതായത് നമ്മളൊരു കാര്യം ചെയ്താൽ അവരാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് സ്റ്റോപ്പ് അണ്ടിൽ ഐ അച്ചീവ് ദ ഡ്രീം. അങ്ങനെയുള്ള പല വേൾഡ് നോൺ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു ലീഡർ തന്നെയാണ് ഡോക്ടർ സാലി. അപ്പോൾ ഇനി വരുന്ന സിറ്റുവേഷൻ, അതായത് ഇനി ഒട്ടനവധി സ്റ്റുഡൻസിന് ഒരു പ്രചോദനമായിക്കൊണ്ട് ഒരു അഡ്വൈസ് എന്നുള്ളത്, സ്വന്തം അഡ്വൈസ് എന്ന് ഒരിക്കലും പറയില്ല, സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ട് ഇനി വരുന്ന ഒട്ടനവധി സ്റ്റുഡൻസിന് നിങ്ങളുടെ ഈ 2 വാക്ക് ഭയങ്കരമായ ഒരു പ്രചോദനമാവാം. നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് അവർക്ക് നാളെ വീണ്ടും ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എനർജി കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അവരോട് എന്തെങ്കിലും 2 മെസ്സേജ്, അതായത് ഡോക്ടർ സാലിയുടെ ഭാഗത്തു നിന്ന് ഇനി വരുന്ന കാലത്ത് ഞാനൊരു ഓട്ടോബയോഗ്രഫി ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോട്ടെ, നല്ലൊരു ലൈഫും മുന്നോട്ട് പോട്ടെ. ഇനി ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകാതിരിക്കട്ടെ. ഓക്കെ, എന്തായാലും കടന്നു പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ വന്നു. അപ്പോൾ ഒരു നല്ലൊരു മെസ്സേജ് എന്താണ് നമ്മൾക്ക് നമ്മളെ വ്യൂവേഴ്സിനും സ്റ്റുഡൻസിനും, അതായത് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും, അതായത് എസ്പെഷ്യലി ഗേൾ ചൈൽഡ്, they face too much difficulties to come out of their comfort zone. അപ്പോൾ അവർക്ക് ഒരു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ്? നല്ലൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഡോണ്ട് സ്റ്റോപ്പ് എനിവെയർ. നോബഡി ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്. വേറെ ആൾ പറയുന്നതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ചുറ്റുള്ള സൊസൈറ്റി നമ്മളെ പറ്റി കുറേ കാര്യങ്ങൾ, നമ്മൾ ഇത് ചെയ്യുന്ന ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളെ ഇത് ചെയ്യിപ്പിക്കും. ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ സമയത്ത് സ്വന്തം ഗട്ട് ഫീലിംഗ് ആയിട്ട് പോവുക. ഓക്കെ, ഐ ക്യാൻ ഡു ദിസ്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ അത്ര സ്ട്രോങ് ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നും. ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കുക, നമ്മളെ കൊണ്ട് പറ്റും, ഐ ക്യാൻ. അപ്പം അത് I never knew that I was strong enough to face these situations that I have gone through. പക്ഷെ അത്
അത് ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് there is a stronger woman in me. ഞാൻ യുക്രൈനിലോട്ട് പോയത് ഒരു പെൺകുട്ടിയായിട്ടാണ്, ഞാൻ തിരിച്ചു വന്നത് ഒരു വുമൺ ആയിട്ടാണ്. brave woman എന്ന് പറയാം. Yeah, a brave The same woman. like Miss Jhansi Rani. I just wanna That would be like yeah. She's a real survivor in our real life. നമ്മൾക്കൊക്കെ പ്രചോദനമാവേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ സാലി ഗണേശൻ. പ്രചോദനം, like I hope that people don't, like, even whether you are a girl or you are a boy, gender doesn't matter, but as long as you have the will to do what you want to do, I think that would be more than enough to go ahead in life. Okay. So thank you. Thank you. ഡോക്ടർ സാലി ഗണേഷ് ഇത്രയും ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്, നിങ്ങളുടെ വാല്യുബിൾ ഇൻസൈറ്റ്സ്, അതായത് നാളെ റിയൽ മീഡിയ ഇതുവരെയായിട്ട് പുറത്തു വരാത്ത പല കാര്യങ്ങളും നിങ്ങളിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റി. ദ റിയൽ ലൈഫ് ഓഫ് ദ യുക്രൈൻ വാർ, ദ റിയൽ സ്ട്രഗിൾ ദാറ്റ് യു ഹാവ് ഫേസ്ഡ്. Thank you a lot. Thanks a lot.